സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ദിക്റിൽ നിന്നൊരാളകന്നു പോയാൽ അവനുണ്ടാകുന്ന പ്രതിഫലം ഖുർആൻ എടുത്തു പറയാണ്. അവന്റെ ഹൃദയത്തിന് സമാധാനമില്ല, സന്തോഷമുള്ള ജീവിതമില്ല, സമാധാനമുള്ള ജീവിതമില്ല. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രവാസ ലോകത്ത് അധ്വാനിച്ച് ജീവിക്കുന്ന പല പ്രവാസികളും സംഭാവന കൊടുത്തിട്ടാണ് നമ്മളെ പള്ളിയിലെ ഉസ്താദിന്റെ സാലറി കൊടുത്തത്, അല്ലെ? മദ്രസയിലെ ഉസ്താദിന്റെ സാലറി കൊടുത്തത്. ഉസ്താദിന്റെ സാലറി നോക്കി ആ പ്രവാസ ലോകത്ത് നിന്ന് കിട്ടുന്നതിന്റെ 10% പോലും നീ കൊടുത്തിട്ടില്ല. വളരെ ചുരുങ്ങിയ സാലറിയാണ് ചിലപ്പോ നീ കൊടുക്കുന്നത്. പൊയ്യത്തബയിൽ അങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും വലിയ ഉറൂസ് നടത്തുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര സാലറിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹു അതിന് കമ്മിറ്റിക്കാർക്ക് തൗഫീക്ക് നൽകട്ടെ. ഇരിക്കട്ടെ, ഞാൻ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈമാനുള്ള മുഅ്മിനീങ്ങളെ. ചില ആളുകൾക്ക് മൊയ്ലിയാമാർക്ക് സാലറി കൊടുക്കുമ്പോൾ ഭയങ്കര ബേജാറാ. നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ തീരെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാൾ പറയാൻ വന്ന മൊയ്ലിയാരെ വല്ലാണ്ട് ബഹുമാനിക്കും, അവർക്ക് വല്ലാണ്ട് പൈസ കൊടുക്കും. നമ്മളെ നാട്ടിൽ എല്ലാ ഹിദ്മത്തിനും ഉണ്ടാകുന്ന എല്ലാ ദിക്റിനും എല്ലാ നന്മക്കും എല്ലാ നേതൃത്വത്തിനും ഉണ്ടാകുന്ന പള്ളിയിൽ ഉസ്താദ്മാരെ ബഹുമാനിക്കൂല, അവർക്ക് സാലറി കൊടുക്കൂല, അവരെ വേണ്ട പോലെ പരിഗണിക്കൂല. അങ്ങനെ കാസർകോട്ടുകാർ ആകാത്തത് കൊണ്ട്, അങ്ങനെയുള്ള ചിന്താഗതിയും കാസർഗോഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മളെ കർണാടകയിലും കാസർഗോഡൊക്കെ ആലിമീങ്ങളോട് വലിയ ബഹുമാനമാണ്. അത് നാട്ടുകാരായാലും വീട്ടുകാരായാലും കുടുംബക്കാരായാലും വലിയ ബഹുമാനം കാണിക്കുന്നവരാണ് നമ്മളെ ഈ ഭാഗത്തുള്ള ആളുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. എന്തെങ്കിലും ഞാൻ വിചാരിച്ചതിൽ മാറ്റമുണ്ടെങ്കിൽ അള്ളാഹു അത് തീർത്താനുള്ള തൗഫീക്കും കൊടുക്കട്ടെ. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനുള്ള വിശ്വാസികളെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ഉസ്താദ്മാർക്ക് നമ്മൾ കൊടുക്കുന്ന സാലറി നമ്മളെ ചിലപ്പോൾ 4 ദിവസത്തെ 5 ദിവസത്തെ 10 ദിവസത്തെ ജീവിതത്തിൽ മതിയാകൂല. പക്ഷെ അവരെത്ര സന്തോഷത്തിലാ ജീവിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ടെൻഷൻ പറയാനുണ്ടോ, എന്തെങ്കിലും ബേജാറ് പറയാനുണ്ടോ? അവര് പറയൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരാരും ഇതുവരെ അവര് സേവനം ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾ 10,000 കൊടുത്താലും വാങ്ങും, 10 ഉറുപ്യ കൊടുത്താലും വാങ്ങും, 200 കൊടുത്താലും വാങ്ങും. അതുകൊണ്ട് തന്നെ അവർ കൈ കിട്ടിയത് എത്ര ഉണ്ട് നോക്കിയിട്ട്, അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ വയൽ കഴിഞ്ഞ് പോകുമ്പോൾ എണ്ണി നോക്കിയിട്ട്, അല്ല മനുഷ്യ ഇത്രയും വലിയ ഉറൂസ് എടുത്തിട്ട് നിങ്ങൾ കാര്യമായിട്ട് എനിക്ക് തന്നതാണോ എന്ന് ചോദിക്കുന്നില്ല വയലന്മാരില്ലേ? അങ്ങനത്തെ സ്വഭാവം ഒന്നും ഉസ്താദ്മാര് കാണിക്കൂല. അവർ മാന്യന്മാരായിട്ട് നിങ്ങൾ തരുന്നത് എത്രയാണോ അതിൽ അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് വിശ്വസിച്ചിട്ട് അള്ളാഹുവിൽ സമർപ്പിച്ച് അവർ ജീവിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? ഇല്ല. അവർ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയാനുണ്ടോ? ഒരു പ്രയാസവും ഇല്ല. അവരോട് ചോദിച്ചു നോക്കുക, പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ 4 ആളെ പള്ളിയിൽ ജമാഅത്തിന് ഇമാമത്ത് നിൽക്കുമ്പോൾ അയാളെ കൂടെ നിസ്കരിക്കാൻ ഉണ്ടാവുള്ളൂ. ആ ഉസ്താദിനോട് എന്തെല്ലാം ഉസ്താദെ സ്വന്തന്നല്ലേ, റാഹത്തന്നല്ലേ? അൽഹംദുലില്ലാഹ് വളരെ റാഹത്താണ്. എനിക്ക് ഭയങ്കര ബേജാറാണ്. 4 ആളല്ലേ എനിക്ക് മഹ്മൂമായിട്ട് കിട്ടിയുള്ളൂ. ഈ നാട്ടുകാരെ തീർത്ത് നിസ്കരിപ്പിക്കൽ എന്റെ ഉത്തരവാദിത്തമല്ലേ, എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ബേജാറായിരിക്കും മൊയ്ലിയർക്ക്. നിങ്ങൾ അയാളോട് ചോദിച്ചു നോക്ക്. അയാളെ മനസ്സിന്റെ ഉള്ളിൽ സ്വബൈന്റെ ജമാഅത്തിന് വന്നിട്ട് എത്ര ആള് പള്ളിയിൽ ജമാഅത്തിന് വന്നു എന്നുള്ള ബേജാറിലാണ് അയാള്. പള്ളിക്ക് സെക്രട്ടറി വേറെ ഉണ്ട്, പ്രസിഡന്റ് വേറെ ഉണ്ട്, ഖജാജി വേറെ ഉണ്ട്, എണ്ണിയാ തീരാത്ത കമ്മിറ്റിക്കാരുണ്ട്. അതിന് എല്ലാ സ്ഥലത്തും കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജമാഅത്തിൽ കരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയും ഇല്ല. ഒരാളും നേതൃത്വത്തിന് കാണുന്നില്ല. എപ്പോ ഇല്ലാരും പാവം മൊയ്ലിയാര് മാത്രം ഒരു ഉത്തരവാദിത്തമായിട്ട് ഇങ്ങനെ നിർവഹിക്കുകയാണ്. ചിലപ്പോൾ ജമാഅത്തിന് ആളില്ലാതെ ഇയാൾ വല്ലാതെ ബേജാറാണ്. ഇങ്ങനെയായാൽ നമ്മളെ ഉറൂസ് കൊണ്ടെന്ത് ഫലമാണ്? ഇങ്ങനെയായാൽ നമ്മളെ വയൽ കൊണ്ടെന്ത് ഫലമാണ്? ഇങ്ങനെയായാൽ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഇത്തരം നന്മകൾ കൊണ്ടെന്ത് ഫലമാണ്? ഉറൂസ് നടന്ന അന്നത്തെ ദിവസം ജമാഅത്തിന് തീരെ ആളില്ല. ഉറൂസ് നടന്ന അന്നത്തെ സ്വബൈന്റെ ജമാഅത്തില്ല. വയൽ പറഞ്ഞ മുസ്ലിയാരാകട്ടെ നേരം വൈകി എന്നുള്ളതിന്റെ പേരിൽ അയാൾക്കും ജമാഅത്തില്ല. ഇങ്ങനെയായാൽ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമുണ്ടോ? ومن أعرض عن ذكري فإن له معيشة ضنكا. എന്റെ ദിക്റിൽ നിന്ന് അകന്നു പോകുന്നവനാണോ? അള്ളാന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് താക്കീതായിട്ട് പറയാണ്, فإن له معيشة ضنكا. അവന് ഹൃദയത്തിന് സമാധാനമില്ല, ഹൃദയത്തിന് സന്തോഷമില്ല. കൊടുങ്ങിയ ജീവിതം അവന് കൊടുത്ത് നമ്മൾ പരീക്ഷിക്കും കേട്ടോ. അള്ളാന്റെ ഖുർആൻ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരാ, നിലനിൽക്കുന്നൊരു സുഖത്തെ ലോകത്ത് കാണിക്കാൻ കഴിയൂല. കഴിയോ? നിലനിൽക്കുന്ന ഒരു സുഖത്തെ ഭൂമി ലോകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കാണിച്ചു തരുമോ? ആ മൂല്യരെ കല്യാണം ഭയങ്കര നിലനിൽക്കുന്ന ഒരു സുഖമല്ലേ? ആണോ? കല്യാണം കഴിച്ച് എത്ര ആൾ ഡിസേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ, എല്ലാവരും ചിരിക്കുകയാണ് ഞാൻ പറയുമ്പോൾ.
കല്യാണം കഴിച്ച ആളുകളൊക്കെ ചിരിക്കുകയാണ്. വിവാഹം കഴിയാനിരിക്കുന്നവരോട് ചോദിച്ചു നോക്ക്, അവന്റെ ജീവിതത്തിലെ മഹാസ്വപ്നാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളാരും കല്യാണം കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നതിന് അർത്ഥമില്ല കേട്ടോ. കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചിട്ട് അതൊക്കെ അനുഭവിക്കലാണ് സുഖം എന്ന് വിചാരിച്ചിട്ട് സുഖിക്കുക, അതിനാ സുഖം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ സുഖങ്ങളും നമ്മൾ വിചാരിച്ച പോലെ ആകണമെന്ന് വിചാരിച്ച ഒരു സുഖം ഉണ്ടാവൂല. നമ്മൾ വിചാരിച്ച പോലെ ലോകത്ത് നടത്താൻ കഴിയോ? അതിന്റെ ഇതെന്താ ബിസിനസ് ആണോ? നമ്മൾ വിചാരിച്ച പോലെ നടത്താൻ പറ്റുന്ന ഒരു ലോകം, അങ്ങനെ ഒരു ലോകം ഉണ്ടാവില്ല. പിന്നെ ഭൂമി ലോകത്ത് അനുഭവിക്കാനുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കണം. അത് അനുഭവിക്കുമ്പോൾ ഇതൊക്കെയാണ് ഈ ദുനിയാവിന്റെ സുഖം എന്ന് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് അതിന്റെ കൂടെ അങ്ങ് കൂടിയാൽ നല്ല സമാധാനം ഉണ്ടാകും. അതേ സ്ഥാനത്ത് ചിരിക്കുന്നത് ഏത് സമയം വെറുതെ ഇങ്ങനെ ചിന്തിക്കുക, പഠിച്ചോനെ എന്റെ ഭാര്യ അങ്ങനെയായല്ലോ, എന്റെ ഭർത്താവ് ഇങ്ങനെയായല്ലോ, എന്റെ മോൻ ഇങ്ങനെയായല്ലോ, ഇങ്ങനെയായാലോ, എനിക്ക് ഏതെങ്കിലും കാലത്ത് സമാധാനം ഉണ്ടാവുമോ? ഒരു കാലത്തും സമാധാനം ഉണ്ടാവില്ല. വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇപ്പൊ നീ ഒറ്റത്തടിയാ, ഇപ്പൊ ഒരു തടിയാ, എവിടെ പോണെങ്കിലും എനിക്ക് പോകാം, എപ്പം വേണമെങ്കിലും വരാം. എന്നാ കല്യാണം കഴിഞ്ഞാലോ വയലിനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കും ഇന്നടിയ പരിപാടി അല്ലേ? കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ എവിടെ എത്തി, കൂടെ ആരാ ഉള്ളത്, എത്ര ആളുണ്ട്, ട്രെയിനിൽ ആരോ ഉണ്ടോ അല്ലെ? അതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോഴേക്ക് നമ്മളെ മനസ്സിൽ ഞാൻ ഈ സാധനം കെട്ടിച്ചോ വന്നിട്ട് കുടുങ്ങിയോ പഠിച്ചോനെ എന്ന് വിചാരിച്ചാൽ ഒരു സമാധാനം ഉണ്ടാകൂല. അതേ സ്ഥാനത്ത് അൽഹംദുലില്ലാ എന്നെ പറ്റി നല്ല ബോധമുണ്ട്, ഞാൻ എവിടെയാ ഉള്ളത്, ആരൊക്കെ എന്റെ കൂടെ ഉള്ളത്, ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ, അല്ല എന്റെ കാര്യത്തിലൊക്കെ വല്ലാത്ത സൂക്ഷ്മത ഉള്ള പെണ്ണാണ് എന്റെ ഭാര്യയാന്ന് വിചാരിച്ചാലോ നല്ല സമാധാനം ഉണ്ടാവും. അതേ സ്ഥാനത്ത് തിരിച്ചു വിചാരിച്ചാലോ ഒരു കാലത്തും സമാധാനം ഉണ്ടാകൂല. മനസ്സുകൊണ്ട് എങ്ങനെയാണോ അവരെ ഉൾക്കൊള്ളേണ്ടത് അതങ്ങ് ഉൾക്കൊള്ളുക. എന്നാ വിചാരം അവളങ്ങ് ഇങ്ങോട്ട് അട്ടിമറിച്ചങ്ങ് ശരിയായി കളയാന്ന് വിചാരിച്ചാലോ ഓളും അട്ടിമറിയൂല നമ്മളും അട്ടിമറിയൂല, പിന്നെ രണ്ടും തിരിച്ചു മറിയല ഉണ്ടാകുക. അതേ സ്ഥാനത്ത് കിട്ടുന്നതിൽ സന്തോഷം ഉണ്ടാകും. അതിനാണ് വിവാഹം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകണമെങ്കിൽ ആ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് ഇമ്പുണ്ടാക്കാൻ കഴിയണം. അവിടെയാണ് കുടുംബജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. കല്യാണം കഴിയുമ്പോ തന്നെ ആദ്യം തന്നെ ഓർപ്പിക്കണം, ഇതുവരെ എന്റെ തലവേദന നോക്കിയാ മതി. ഇന്ന് നിക്കാഹ് കഴിഞ്ഞു, ഓളെ ഉപ്പ ഇതുവരെ ഏറ്റെടുത്ത തലവേദന എന്റെ തലയിലേക്ക് വെച്ചിരിയട്ടെ. ഖബിൽതു നിക്കാഹ എന്ന് പറഞ്ഞാൽ ഉപ്പ നിങ്ങൾ ഇതുവരെ ഓളെ തലവേദന ഏറ്റെടുത്ത ബാപ്പയാണ്, ഇനി ഞാൻ അവളെ ഭർത്താവാണ്. ചിലര് വിചാരിച്ചത് പടക്കം പൊട്ടിച്ച് അങ്ങനെ ആസ്വദിക്കാനുള്ളതാണ്. പടക്കം പൊട്ടിച്ചിട്ട് സ്റ്റേജിന്റെ മേലൊക്കെ ഡാൻസ് ചെയ്തിട്ട് ആഘോഷിച്ച് കളയാനുള്ളതാണ്. അല്ല, ഇത് നീ ഏറ്റെടുക്കാൻ പോവാണ്. ഇതുവരെ ആ ബാപ്പ ഏറ്റെടുത്ത തലവേദന, ഇതുവരെ ഉണ്ടായ ആ ബാപ്പ ഏറ്റെടുത്ത എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാവും. ജീവിതമാകുമ്പോ ഇതൊരു കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. പറഞ്ഞു നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും, നല്ല സന്തോഷം ഉണ്ടാവും. രണ്ടും ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഏറ്റെടുത്ത് ആ കുടുംബത്തെയും കൂടെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സിനാണ് അങ്കഹത്തുക ബിന്തി എന്നവൾ പറയുന്നത്. ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ആളുകൾ പറയുന്ന വാക്ക് കേട്ടിട്ട് ഇസ്ലാമിന് ഒരിക്കലും നമുക്ക് തെറ്റിദ്ധരിക്കാൻ നിർവാഹമില്ല അല്ലെ? അങ്കഹത്തുക ബിന്തി എത്ര ഉസ്താദ്മാരുടെ ഈ സദസ്സിൽ ഒരു ബാപ്പ വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് മകളുടെ ഭർത്താവിനെ ഇരുത്തിയിട്ട് വലിയ പറയാണ് അങ്കഹത്തുക ബിന്തി, ഞാൻ എന്റെ മോളെ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നു എന്ന് എത്ര വട്ടം പറയണം? അറബി പറഞ്ഞാ പോരെ? നിക്കാഹാകാൻ അറബി പറഞ്ഞാ പോരെ? അറബിയിൽ ഭാഷ മനസ്സിലാകുന്ന ആളാണ്, അറബി പറഞ്ഞാൽ മതി. അങ്ങനെ ഈ അറബിയിൽ പറഞ്ഞ് അവർക്ക് ഒന്നുകൂടിയും ബോധ്യപ്പെട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ മലയാളം കൂട്ടി പറയുന്നു. ഒരൊറ്റ വട്ടം പറഞ്ഞാൽ തന്നെ അവിടെ നിക്കാഹ് സംഭവിച്ചു. ആര് വേണം? രണ്ട് സാക്ഷി വേണം. കാരണം കാണുന്നവന്റെ ഒക്കെ പെൺകുട്ടീന്റെ കൊപ്പാനെ പിടിച്ചിട്ട് ഞാൻ എന്റെ മോളെ കെട്ടി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. രണ്ട് സാക്ഷികളെ നിർത്തിയിട്ട് വിവാഹം നടക്കണം. അപ്പൊ എന്തായി? നിക്കാഹായി. എന്നാ പിന്നെ അത് ഒഴിവാക്കണമെങ്കിലോ ഒരു വട്ടം പറഞ്ഞാൽ കിട്ടുന്ന സാധനം ഒഴിവാക്കണേ 3 വട്ടം പറയണം. ഇപ്പൊ ചില ആളുകൾ മുത്തലാക്ക് എന്ന് പറയുന്നില്ലേ, എന്തെന്നായി പറയുന്നത് നോൽക്കെന്നെ അറിയില്ല. മുത്തലാക്ക് എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം തലാക്കില്ലെന്നായി പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും മതക്കാരാണെങ്കിൽ, ചിലപ്പോൾ വേറെ ഏതെങ്കിലും വിശ്വാസമില്ലാത്തവനാണെങ്കിൽ എനിക്ക് എന്നെ വേണ്ടടി എന്ന് പറഞ്ഞ് ഓളങ്ങ് വീട്ടിൽ കൊണ്ടാക്കിയാൽ ചിലപ്പോൾ തീരും. ഇസ്ലാമിൽ അങ്ങനെയൊന്നും തീരൂല. ഇസ്ലാം കെട്ടിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യം തൊലാക്ക് ചൊല്ലിയിട്ട് വേർപിരിഞ്ഞാലേ മുത്തലാക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ല നിങ്ങൾ വിചാരിക്കേണ്ട എന്തോ മൂട്ടായിട്ടാണ് ഇത്. ചില ആളുകൾ വിചാരിച്ച ഇസ്ലാമിലുള്ള എന്തോ ഒരു പൂവിന്റെ പേരോ മറ്റെന്തോ ആണ്. എന്ത് ഇസ്ലാമിനെ ഇങ്ങനെ കയറ്റിയാണ് ചില ആള്. മുത്തലാക്ക് ഭയങ്കര മതാണ്. ഇപ്പൊ അടുത്തൊരു മുസ്ലിം തട്ടയിട്ടൊരു പെൺകുട്ടി പറയാണ് ഇസ്ലാമിലെ മുത്തലാക്കിലെ നിയമമൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. നിങ്ങൾ നോളെ വിളിച്ചു വെച്ചോക്കെ എന്തായി മുത്തലാക്ക് എന്ന് പറഞ്ഞാല് ഓള് വിചാരിച്ച എന്തോ വേറെന്തോ ഈ ഇൻസ്റ്റാഗ്രാം എന്നെല്ലാം പറയുമ്പോൾ എന്തോ ഒരു സാധനം ഇസ്ലാമിൽ ഉണ്ടാക്കിയ സാധനമാണ് ഇതാ. ഈ മുത്തലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തിരിയാതെ ഇസ്ലാമിനെ ആക്ഷേപിക്കുകയാണ്. മുത്തലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം പറഞ്ഞ് നിനക്ക് 2 സാക്ഷികളെ നിർത്തിയിട്ട് കൂട്ടിച്ചേർത്ത് തന്ന ഭർത്താവിന് അവന്റെ തോന്നിവാസം അനുസരിച്ച് എന്തെങ്കിലും നാവുകൊണ്ട് പറയുമ്പോഴേക്ക് പിരിയുന്ന അതല്ല വിവാഹം എന്ന് പറയുന്നത്. 3 വട്ടം നിന്നെ തൊലാക്കിയല്ലേ എന്ന് പറഞ്ഞ് ഒരു നിലക്ക് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കുന്ന ബന്ധത്തിനാണ് ആ ബന്ധത്തിന് മുത്തലാക്ക് എന്ന് പറയും. എന്നാൽ നിങ്ങൾ ചിലയാൾ പറയുന്നത് കേട്ടാ തോന്നും തൊല്ലിക്കൂ എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ട് തോന്നും. വിവാഹം കഴിക്കാൻ വേണ്ടി ഇസ്ലാമിൽ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഹദീസുകളുണ്ട് അല്ലെ? ഒരുപാട്
പ്രോത്സാഹനം നൽകിയ ഹദീസുകളുണ്ട്. യാ മഅ്ശറ ശബാബ്, യുവാക്കളെ എന്ന് ഖുർആനിലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറയുന്നത്, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബഅത ഫല്യതസവ്വജ്. നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല. വിവാഹത്തിന്റെ ബഹുമാനം പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖദ് അഹറസ ഫി സുൽസി ദീനി, നിങ്ങളുടെ ദീനിന്റെ മൂന്നിലൊരു ഭാഗം നിങ്ങൾ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരനാകാൻ ആ ഒരൊറ്റ നിക്കാഹ് മതിയായി നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ തൊലാഖിനെയാണ് എത്ര ആളുകൾക്കിടയിൽ എത്ര മോശമായിട്ടാണ് ചില ആളുകൾ ചിത്രീകരിക്കുന്നത്. ഇതാണോ തൊലാഖ്? ഇസ്ലാം പഠിപ്പിച്ച തൊലാഖ്? ഇസ്ലാം തൊലാഖിനെ പറഞ്ഞിട്ടുണ്ട്. മറ്റു മതക്കാരോ ഇപ്പൊ അടുത്തൊരു ചങ്ങാതി ഭയങ്കരമായിട്ട് തൊലാഖിനെ വിമർശിക്കുന്നു. ഇപ്പൊ ഞാൻ ഇവനെ പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കുമ്പോ 1 കെട്ടി ഒഴിവാക്കി, 2 കെട്ടി ഒഴിവാക്കി. നമ്മളൊന്നും ജീവിതത്തിൽ ഇന്ന് വരെ ഒഴിവാക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്നാ മൂമിനികളെ കാമ്യം പറയാണ്. ഒരു ആർക്കും ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്ത ആർക്കും ഇല്ല. ഈ കോയ 1 കെട്ടി എന്നിട്ട് ഒഴിവാക്കി, 2 കെട്ടി എന്നിട്ട് ഒഴിവാക്കി. ഇവനാണ് സ്റ്റേജിന്റെ വിലക്കായിട്ട് ഇസ്ലാമിൽ മുത്തലാഖ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്ന് പ്രസംഗിക്കുകയാണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇവനൊക്കെ സ്റ്റേജ് കയറ്റി ഇവനെ പിടിച്ചടിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുത്തലാഖിനെ പറ്റി പറയുന്നവൻ 2 ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അങ്ങനെ കെട്ടടോ ഒഴിവാക്കടോ എന്ന് ഏത് ഹദീസിലാ ഉള്ളത്? ഏതെങ്കിലും ഹദീസ് കാണിച്ചു തരോ? കെട്ടു മുഅ്മിനീങ്ങളെ എന്നിട്ടൊന്ന് ഒഴിവാക്കിയിട്ട് വിജയം കൈവരിക്കും എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ടോ? പോയിട്ട് നിങ്ങൾക്ക് തൊലാഖ് ചൊല്ലിയ സുഖം കിട്ടും എന്ന് പറഞ്ഞൊരു ഹദീസ് കാണിച്ചു തരുമോ നിങ്ങള്? തൊലാഖിലാണ് സുഖം എന്ന് പറഞ്ഞൊരു ഹദീസ് കാണിച്ചു തരുമോ നിങ്ങള്? ഏതെങ്കിലും ഒരു ഹദീസ് ലൈഫായ ഹദീസെങ്കിലും കിട്ടാനുണ്ടോ? ഇനി എന്റെ വകയിലെ നിങ്ങൾ അറബി എഴുതി കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ ഒരു ഹദീസ് പോലും ഇല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ര ശുദ്ധിയോടുകൂടെ പവിത്രമായി പഠിപ്പിച്ച നിക്കാഹിന് കാർമ്മികത്വം നിർവഹിക്കുന്ന ആളുകൾക്ക് പോലും ഈ ഇസ്ലാമിൽ എത്രത്തോളം ബഹുമാനം കൽപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ ഇതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. 2 സാക്ഷികൾ വേണമെന്നാ പറഞ്ഞത്. ഏതെങ്കിലും അങ്ങാടി കാണുന്നവന്റെ കൈ പിടിച്ചിട്ട് എന്റെ മോളെ ഞാൻ കെട്ടിയിരിക്കുന്നു, ഞാൻ കെട്ടിച്ചു നിൽക്കുന്നു, നീ പോയിക്കോ, ഞാൻ അവളെ നോക്കിക്കോളാന്നും പറഞ്ഞാലൊന്നും വിവാഹകുൽ ഇസ്ലാമില് വളരെ പവിത്രതയോടുകൂടിയും ചാരിത്ര ശുദ്ധിയോടുകൂടിയും സൂക്ഷിക്കേണ്ട ഒരു വലിയ പവിത്രമായ കർമ്മമാണ് വിവാഹം. ആ വിവാഹത്തിന് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ഒഴിവാക്കിയാലേ ഒഴിവാകൂ എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ഇവൻ 2 കെട്ടിയിട്ട് 2 ഒഴിവാക്കിയിട്ട് 3ാമത്തെ കെട്ടേണ്ട ആലോചനയില്ല. എന്നിട്ട് ഇവൻ പറയാണ് മുത്തലാഖ് പഠിപ്പിച്ച മതാണ്. എന്ത് അവകാശമുള്ളത് ഇവനിത് പറയാന്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. തൊലാഖിനെ ഇസ്ലാം പരിചയപ്പെടുത്തിയത് അല്ലേ? ട്രെയിൻ എമർജൻസി എന്തിനാണ് ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുന്നത്? എമർജൻസി എക്സിറ്റ് എഴുതിയിട്ടില്ലേ? എനിക്കിപ്പോ എമർജൻസിയാണ്, എന്റെ ഭാര്യന്റെ കേൾക്കാനാകുന്നില്ല. അങ്ങനെ പുറപ്പെട്ടിച്ചാല് ട്രെയിനുകാരൻ വെറുതെ വിടുവോ? ബസ്സിൽ എമർജൻസി എക്സിറ്റ് കണ്ടില്ലേ നിങ്ങള്? അതിന്റെ ഒക്കെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാനുള്ളതാ? പുറത്തേക്ക് പോകാൻ അവിടെയൊക്കെ ഡോറുണ്ട്, എന്നിട്ട് ഇറങ്ങാതെ ഇവൻ പോയിട്ട് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചിറങ്ങൽ അങ്ങനെയാണോ? അല്ല. എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നിർവാഹം ഇല്ലെങ്കിൽ ഇറങ്ങാനുള്ള വഴിയാണ്. അതുപോലെ ഇസ്ലാം ഒരു മനുഷ്യന്റെ കുടുംബത്തിൽ ജീവിതത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്നതായി അവന്റെ വിവാഹം മാറുന്നുണ്ടെങ്കിൽ അങ്ങനെ മാറുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലേ? 4 മക്കൾ എന്നിട്ട് പറയാണ് എനിക്ക് ഓനെ വേണ്ട. കണ്ടിട്ടില്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 3 മക്കളുണ്ട് എന്നിട്ട് പെണ്ണ് പറയാണ് ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടില്ല. അതുവരെ സ്നേഹമൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇന്നലെ മനസ്സ് മാറിപ്പോയതാണ്. അപ്പൊ ചിലപ്പോ ഇവനിക്ക് രക്ഷപ്പെടേണ്ടി വരും, ചിലപ്പോ അവക്ക് രക്ഷപ്പെടേണ്ടി വരും. അതിനും ഇസ്ലാമിൽ ഫസ്ഖ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലുണ്ട്. ഇതൊന്നും അറിയില്ല, എന്താണ് നിയമമൊന്നും ഫസ്ഖും അറിയില്ല, തൊലാഖും അറിയില്ല, മുത്തലാഖും അറിയില്ല, 2 ലാഖും അറിയില്ല, 1 ലാഖും അറിയില്ല. പിന്നെ അങ്ങ് പറയുന്ന ഇസ്ലാമിനെതിരെ ഇത്തരം ആളുകളെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും നമ്മൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നവരാകരുത്. ഇരിക്കട്ടെ, ഞാൻ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം.